പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിദാസന്മാരെ, 6-ാം മാസത്തിന്റെ 6-ാമത്തെ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കൊണ്ടുവന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന, ഈ വചന ശുശ്രൂഷകളെ ശ്രവിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസിദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയെയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി നമുക്ക് അടുത്തു ചെല്ലാം. 11-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? നമ്മുടെ അടിസ്ഥാനം എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. പൗലോസ് വ്യക്തമാക്കുന്നു, ദൈവത്തിന്റെ സഭയായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. എല്ലാറ്റിലും ഉപരിയായി യേശുക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ഒരു ആത്മീയ ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ നീതിമാന്മാരുടെ അടിസ്ഥാനങ്ങൾ വരെ മറിഞ്ഞു പോകും. ഇന്ന് അനേകർ ലോകത്തിൽ പ്രസിദ്ധരാകുവാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും വചന അടിസ്ഥാനം വിട്ട് ലോകമെന്ന വഴുവഴുപ്പിൽ നിന്നുകൊണ്ട് പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുമ്പോൾ ശരിയായ അടിസ്ഥാനമിടാതെ പണിത വീടിന്റെ തകർച്ചയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമ എത്ര ശരിയാണ്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അത് പാറമേൽ അടിസ്ഥാനമുള്ളത് കൊണ്ട് അത് വീണുപോയില്ല. ശക്തമായ കാറ്റടിച്ചു, മഴയടിച്ചു, തിരമാലകൾ വന്നു ഒക്കെ ആ വീടിനെ തകർക്കുവാൻ നോക്കിയെങ്കിലും അത് വീണുപോകുവാൻ ഇടയായില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അല്ല നമ്മുടെ അടിസ്ഥാനം. വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇതൊന്നുമല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയ ദൈവ പൈതലേ, ലോകപ്രകാരം നാം എന്ത് അടിസ്ഥാനങ്ങൾ ഇട്ടാലും ലോകത്തിലുള്ള എല്ലാ പണികളുടെയും അടിസ്ഥാനങ്ങൾ ഒരു ദിവസം ഇളകിപ്പോകും. മക്കളിലും ജോലിയിലും പാരമ്പര്യത്തിലും അടിസ്ഥാനമിടുന്നവർ ഒത്തിരി പേരുണ്ട്. ആരോഗ്യത്തിൽ അടിസ്ഥാനമിടുന്നവർ, എൻ്റെ ആരോഗ്യം നിലനിൽക്കും കാലമൊക്കെ എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞ് വമ്പ് പറയുന്നവർ, ഞൊടി നേരം കൊണ്ട് ഉണ്ടാകുന്ന ആക്സിഡന്റുകളും മരണത്തിലേക്ക് നയിക്കുന്ന മാറാരോഗങ്ങളും പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും ഏത് ശക്തന്റെയും അടിസ്ഥാനം ഇളകുവാനിടയാകും. പ്രിയ ദൈവവിധിലെ, ഏത് പ്രതികൂലം നിന്നെ തകർക്കുവാൻ നോക്കിയാലും നിന്റെ അടിസ്ഥാനം ദൈവത്തിലും ദൈവവചനത്തിലുമാണെങ്കിൽ നീ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നുവെന്ന് വചനം വ്യക്തമാക്കുന്നു. അതെ, ഇയ്യോബ് വചനത്തിൽ പറയുന്നു, അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും, നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. ഈ ലോകത്തിലെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാലും ഒരു ദൈവഭക്തൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ അവൻ നശിച്ചു പോകുവാൻ, അവൻ കുലുങ്ങിപ്പോകുവാൻ, അവൻ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഈ കാലഘട്ടങ്ങളിൽ അടിസ്ഥാനം ഇളകിയവർ ഒത്തിരി പേർ നീതിമാന്റെ അടിസ്ഥാനം മറിഞ്ഞു പോകുമ്പോൾ അവൻ എന്തും ചെയ്യുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ ലോകത്തിൽ എന്തും ചെയ്യുവാൻ, ആരെ വേണമെങ്കിലും കബളിപ്പിക്കുവാൻ, സ്തോത്രം, വീണുപോയവർക്ക് ആരെ വേണമെങ്കിലും കബളിപ്പിക്കുവാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. ദൈവഭയമില്ലാതെ, വിശുദ്ധിയില്ലാതെ, വേർപാടില്ലാതെ, ദൈവകൃപകളില്ലാതെ സകലതും നഷ്ടപ്പെട്ടവനായി ഈ ഭൂമിയിൽ അനേകർ വീണുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതം സർവശക്തനിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവിക അടിസ്ഥാനത്തിൽ നമുക്ക് നിലനിൽക്കുവാനിടയാകട്ടെ. കർത്താവിന്റെ ദാസിദാസന്മാരെ, നിങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. നിങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുവാനിടയാകും.
ലെബനോന്റെ ദേവദാരി പോലെ നിങ്ങൾ തഴച്ചു വളരുവാനിടയാകും. അതെ, ഈ പ്രഭാതം നിങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തുവിലാകട്ടെ. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഇടവരാതെ കർത്താവെ, അവൻ നല്ല അടിസ്ഥാനത്തിൽ, ക്രിസ്തുവെന്ന അടിസ്ഥാനത്തിൽ നിലനിർത്തുന്ന ആമേൻ പോലെ ഇന്ന് പകലിൽ ഞങ്ങളെയും കർത്താവെ ക്രിസ്തുവെന്ന അടിസ്ഥാനത്തിൽ ആമേൻ ഞങ്ങളുടെ അന്ത്യത്തോളം നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും. ഞങ്ങൾ വീണു പോകുവാനോ ലജ്ജിച്ചു പോകുവാനോ ഇടവരാതെ സ്വർഗം ഞങ്ങളെ ഇതുവരെ കരുതി പരിപാലിച്ച എല്ലാ സ്നേഹത്തിനായി നന്ദി പറയും. ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന, ഞങ്ങളെ കൈത്താങ്ങിയ, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രഭാതം അവിടെ ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവിടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവിടെ ആരോഗ്യം കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നിലകളിലും ആമേൻ അനുഗ്രഹിക്കപ്പെടുന്ന ആമേൻ സ്വതന്ത്രം ദൈവക്കുഞ്ഞുങ്ങളായി വളരുവാൻ, ആമേൻ ദൈവിക അടിസ്ഥാനത്തിൽ നിലനിൽക്കുവാൻ സ്വർഗം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും, മഹത്വം എടുക്കും.